നമുക്ക് വാർത്തകളിലേക്ക് കിടക്കാം. വയനാട്ടിലേക്കാണ്. വയനാട് ചുണ്ടേൽ ആനപ്പാറയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. മേയാൻ വിട്ട പശുവിനെ കടുവ ആക്രമിച്ചു. പ്രദേശത്ത് നേരത്തെ 3 പശുക്കളെ കടുവ കൊലപ്പെടുത്തിയിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. സുർജിത്ത്, കടുവ നിരന്തരം ഇറങ്ങുന്നൊരു സ്ഥലമാണ് ഇതെന്നാണല്ലോ ഇപ്പോൾ മനസ്സിലാകുന്നത്. മുമ്പ് 3 പശുക്കളെ കടുവ കൊലപ്പെടുത്തിയിരുന്നു. വനവകുപ്പ് അധികൃതർ ഇതിനകം എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇവിടെ? വനംവകുപ്പിൽ പരിശോധന പൂർത്തിയാക്കി. പക്ഷേ കടുവയുടെ സാന്നിധ്യം ആ മേഖലയിൽ നടത്താൻ കഴിയില്ല. പക്ഷേ കാൽപാദങ്ങളുണ്ട്. കടുവ തന്നെയാണ് ആക്രമിച്ചതെന്നുള്ള സ്ഥിരീകരണമാണ് ഉള്ളത്. മേയാൻവിട്ട ആനപ്പാറ സ്വദേശി ഈശ്വരന്റെ പശുവിനെയാണ് ആക്രമിച്ചത്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ 3 പശുക്കളെ ഈ മേഖലയിൽ കൊന്നിരുന്നു. ഇത് തോട്ടം മേഖലയാണ്. തോട്ടം മേഖലയിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പ്രദേശം എന്ന് പറയുന്നത് പൂർണ്ണമായും തേയിലത്തോട്ടമാണ്. അതിനകത്തുള്ള ഒരു കൊല്ലിയിലാണ് മേയാൻ വിട്ടത്. ആ മേയാൻ വിട്ട സ്ഥലത്താണ് ജഡം കണ്ടെത്തിയത്. അത് ഇത്തിരി പഴക്കമുള്ള രീതിയിലാണ് ആ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടുത്തുള്ള പെരുന്തട്ട എസ്റ്റേറ്റിലും ചുണ്ടൽ എസ്റ്റേറ്റിലും എല്ലാം തന്നെ നിരന്തരം ഇത്തരം കടുവകൾ ഉൾപ്പെടെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ജനവാസ മേഖലയിലാണ്. മാത്രമല്ല തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കേൾക്കണം. ശരി, സുർജിത്ത് അയ്യപ്പത്ത്.